ഈ പോറ്റി ശബരിമലയിൽ മാത്രമല്ല ഉള്ളത്. സ്വർണം മുക്കുപണ്ടമാവുന്ന അല്ലെങ്കിൽ ചെമ്പാകുന്ന പ്രക്രിയ അറിയാവുന്ന ഒരുപാട് പോറ്റിമാർ നമ്മുടെ കൂട്ടത്തിൽ എല്ലായിടത്തും ഉണ്ട്. കേരളത്തിലെ ഒരു പ്രത്യേകത, എല്ലാവരും കൂടി കയറ്റിയ പോറ്റിയെ അങ്ങ് തെറി വിളിക്കുമ്പോഴും ഈ ബാക്കിയുള്ള പോറ്റികളെ കയറ്റാത്തത് കൊണ്ടാണ് ആർക്കും മോഷ്ടിക്കാൻ കഴിയാത്തത്. കൊണ്ടിയെ നിരുത്തി കൊടുത്താൽ മതി, എവിടുന്നായാലും കിട്ടിയാൽ തട്ടാൻ. 23 വർഷം മുമ്പ് ഒരു മരണപ്പെട്ടു പോയ ഉമ്മയുടെ സ്വർണം ലോക്കറിൽ സൂക്ഷിക്കാൻ പറഞ്ഞു. മക്കൾ പ്രായപൂർത്തിയാവുമ്പോൾ തിരിച്ചു കൊടുത്താൽ മതി, മക്കൾ വളരെ ചെറിയ കുട്ടികളാണ്. അങ്ങനെ RDO സവിശേഷമായ ലോക്കറിൽ ഈ സ്വർണം സൂക്ഷിച്ചു. ആ സൂക്ഷിച്ച സ്വർണം 23 വർഷങ്ങൾ കഴിഞ്ഞ് ഇത് ചോദിക്കാനായി ആ മരണപ്പെട്ടു പോയ സ്ത്രീയുടെ മാതാവും ഈ 2 കുഞ്ഞുങ്ങൾ വളർന്നു കഴിഞ്ഞ് അവർക്ക് കൊടുക്കാനായി ഇപ്പോൾ എടുക്കാൻ വന്നപ്പോൾ ആ സ്വർണ്ണമില്ല, അതിന് പകരം അവിടെ ഉള്ളത് മുക്കുപണ്ടമാണ്. അവർ പോലീസിൽ കേസ് കൊടുത്തപ്പോൾ പോലീസ് പ്രതിയെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആരാ പ്രതി? ഈ 23 വർഷത്തിനിടയിൽ അത് സൂക്ഷിച്ചിരുന്ന ആരോ ഉദ്യോഗസ്ഥരാണ് മോഷ്ടിച്ചിട്ടുള്ളത് എന്ന് കണ്ടുപിടിച്ചു. സംഗതി എന്തായി? ഇതാണ് സൂക്ഷിക്കലുകളുടെ സംഗതി. ഈ കേരളത്തിൽ ഇതുപോലെ ഔദ്യോഗികമായി സൂക്ഷിക്കുന്ന മുതലുകളൊക്കെ യഥാർത്ഥത്തിൽ തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുന്നതിനേക്കാൾ കൂടുതൽ മോഷ്ടിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഒരു സ്ഥിതിവിശേഷം. കോടതി തൊണ്ടി മുതലായി വെച്ച ജെട്ടി അടിച്ചുകൊണ്ട് പോയി അത് മനോഹരമാക്കി സൈസൊക്കെ വൃത്തിയാക്കി തയ്പ്പിച്ച് റെഡിയാക്കി തിരിച്ചു കൊണ്ട് കൊടുത്ത ആൾ കേരളത്തിൽ MLAയും മന്ത്രിയുമായും ഒക്കെ ഇരിക്കുന്നതിന് ഒരു പ്രയാസവും ഉണ്ടായില്ല എന്ന് വരികിൽ ബാക്കി എവിടെയാണ് നീതി ഉണ്ടാവുക? സംഗതി വളരെ വിചിത്രമായ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. RDO ഓഫീസിലെ റവന്യൂ ലോക്കറിലാണ് സൂക്ഷിച്ചത്. തൃശ്ശൂരിലാണ്. 8.5 പവൻ സ്വർണ്ണമാണ്. തൃശ്ശൂർ കാട്ടൂർ സ്വദേശിനിയായ 28-കാരി റംലത്തിൻ്റെ സ്വർണ്ണമാണ് നഷ്ടപ്പെട്ടത്. 2003 തലച്ചോറിൽ അണുബാധ മൂലമാണ് റംലത്ത് മരിച്ചത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം മാറ്റിയപ്പോഴാണ് ശരീരത്തിലുണ്ടായിരുന്ന 8.5 പവൻ ആഭരണങ്ങൾ കോടതിയിലെത്തിയത്. സാധാരണ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ആ സ്വർണം ബന്ധുക്കൾക്ക് അങ്ങ് ഊരി കൊടുക്കത്തേ ഉള്ളൂ. അപ്പോൾ ഇത് മോഷ്ടിക്കാൻ ഉദ്ദേശിച്ച് തന്നെ ആയിരിക്കണം. എന്തായാലും കോടതിയിലെത്തി. റംലത്തിന് അന്ന് 2 പിഞ്ചു കുഞ്ഞുങ്ങളാണ് ഉണ്ടായിരുന്നത്. ആഭരണങ്ങൾ സ്വർണ്ണമാണെന്ന് ഉറപ്പാക്കിയ ശേഷം RDO ഓഫീസിലെ ലോക്കറിൽ സൂക്ഷിച്ച് മക്കൾക്ക് പ്രായപൂർത്തിയാകുന്നത് വരെ സൂക്ഷിക്കണമെന്നായിരുന്നു കോടതിയുടെ നിർദ്ദേശം. എന്നാൽ ആ സമയത്ത് കോടതി അവിടെ ഇവിടങ്ങളിലുമുള്ള ഒരു സ്വർണ്ണക്കടക്കാരനെ വിളിച്ച് ഈ സ്വർണം കൊടുത്തിട്ട് മക്കൾ വളരുമ്പോൾ കല്യാണത്തിനുള്ള സ്വർണം കൊടുക്കാൻ പറഞ്ഞായിരുന്നെങ്കിൽ ഏതായാലും മക്കൾ പ്രായപൂർത്തിയായതോടെ 2022 സ്വർണ്ണമെടുക്കാൻ എല്ലാ രേഖകളുമായി മാതാവ് സുലേഖ എത്തി. എന്നാൽ അവിടെ ഉണ്ടായിരുന്നത് മുക്കുപണ്ടമായിരുന്നു. ദോഷം പറയരുത്, പോലീസ് കേസെടുത്തു, അന്വേഷിച്ചു. 2003 വരെ മുതൽ 22 വരെ RDO ഓഫീസിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ മോഷ്ടിച്ചതാണ് എന്നാണ് പോലീസ് റിപ്പോർട്ട്. ഇതുകൊണ്ട് കാര്യമുണ്ടോ? ആ കുഞ്ഞുങ്ങൾക്ക് സ്വർണം കിട്ടിയോ? ഇപ്പോൾ 8.5 പവനായപ്പോൾ എത്ര രൂപ ഇപ്പോഴത്തെ വില വെച്ച്? 10 ലക്ഷം രൂപയുടെ മുതലുണ്ട്. സംഗതി ഇനി ആര് കൊടുക്കണം? ഈ പറഞ്ഞതുപോലെ ഒന്നെങ്കിൽ കോടതി ഇടപെട്ട് ഈ റവന്യൂ ഉദ്യോഗസ്ഥരുടെ മുതലിൽ നിന്ന് ഈടാക്കി കൊടുക്കണം. ഒരാളുടെ കയ്യിൽ നിന്ന് ഈടാക്കാൻ തുടങ്ങുമ്പോൾ ബാക്കിയുള്ളവരെല്ലാം പറഞ്ഞു തുടങ്ങും. പക്ഷേ അതിനൊന്നുമുള്ള അവസ്ഥ ഇവിടെ ഇല്ല. ഈ പറഞ്ഞ ഖദീജ ഉമ്മ മരിച്ചു പോയാലും ഈ കേസ് തീർപ്പാകത്തുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാവരും കൂടെ പോറ്റിയെ കയറ്റിയ കഥ പറഞ്ഞ് എന്തോ ഒരു ആവേശമാണ്. പോറ്റി മോഷ്ടിച്ച്, ശബരിമലയിലെ മോഷ്ടിച്ച്, അല്ലാത്ത മോഷ്ടിച്ച്, എന്തൊരു കമൻ്റ് എഴുത്തും ബഹളമൊക്കെയാണ്. ഈ എഴുതുന്നവൻ്റെ കയ്യിലോട്ടൊക്കെ മുതൽ കൊടുക്കണം അതിൻ്റെ വിവരം അറിയണമെങ്കിൽ. സംഗതി റവന്യൂവിൻ്റെ ഓഫീസിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയി തിന്നുന്ന ഇത്തരം ഈ അനാഥരായ കുഞ്ഞുങ്ങളുടെ പോലും തിന്നുന്ന തെണ്ടികളെ എന്ത് പേരിട്ട് വിളിക്കണം? അവന്മാരും ഓഫീസർമാരും സാറുമാണ്. കഷ്ടം.